ലിബറലിസവും ഇസ്ലാമും യോജിക്കുന്ന ഒരു പോയിന്റ് ആദ്യം പറയാം. അത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ്. ഇതൊരു ലിബറൽ വാല്യൂ ആണ് എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് ലിബറലിസം അവകാശപ്പെടുന്നത്. ഇസ്ലാമിനും സമ്മതമായ, ഇസ്ലാം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ്. പക്ഷെ ഒരു തമാശയുണ്ട്. ആ തമാശ ലിബറലുകൾക്ക് ഇത് ലിബറലിസത്തിന്റെ അടിസ്ഥാനമാണ് എന്നല്ല, ലിബറലിസത്തിൽ പോസിറ്റീവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതാണ്. പക്ഷെ ഇത് ലിബറലുകൾക്ക് ഒരിക്കലും മതം വഴിയല്ലാതെ പ്രൂവ് ചെയ്യാൻ, സ്ഥാപിക്കാൻ കഴിയില്ല. ലിബറലിസത്തിലാണെങ്കിൽ മതത്തിനൊരു പ്രസക്തിയില്ല. ലിബറലിസം നേരത്തെ ഷമീൻ സാഹിബ് അവതരിപ്പിച്ച യുക്തിവാദത്തിന്റെ ഒരു തുടർച്ചയാണ്. ഏറ്റവും ചുരുങ്ങിയത് വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ മതം വിശ്വസിക്കാതിരിക്കുകയോ, അത് യുക്തിവാദം വ്യക്തി ജീവിതത്തിലെ മതത്തിനും എതിരാണ്. ലിബറലിസം വ്യക്തി ജീവിതത്തിലെ മതത്തെ അവർ ഗൗനിക്കുന്നില്ല. നിങ്ങൾക്ക് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മനുഷ്യന്റെ ബാക്കി യഥാർത്ഥ ജീവിതത്തിൽ മതം ഇടപെടരുത് എന്നതാണ് മത റിലീജിയസ് ന്യൂട്രൽ ആയിരിക്കണം എന്നതാണ് അവരുടെ സിദ്ധാന്തം. പക്ഷെ എല്ലാ മനുഷ്യരും തുല്യരാണ് നിയമത്തിന്റെ മുമ്പിൽ, അവരുടെ അസ്തിത്വപരമായി ഒക്കെ. അതിനെ തുല്യരാകുക. അപ്പൊ മതം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? മനുഷ്യന്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും അതേപോലെ ശാസ്ത്രവും യുക്തിയും ഒക്കെയാണ് പിന്നെ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അടിസ്ഥാനം. അങ്ങനെ വസ്തുനിഷ്ഠമായി എടുത്താൽ മനുഷ്യർ തുല്യരാണ് അല്ലേ? അല്ല. മനുഷ്യരിൽ ആണുണ്ട്, പെണ്ണുണ്ട്. ഇനി ആണുങ്ങളിൽ തന്നെ പെണ്ണുങ്ങളിലും പിന്നെ ബുദ്ധിശക്തി തന്നെ പലതരത്തിലുള്ളതുണ്ട്. ആ പലതരം ബുദ്ധിശക്തികൾ കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. സാമ്പത്തിക ശേഷി കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. അധികാരം, ജനസ്വാധീനം, സർഗസിദ്ധികൾ, ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇവരെങ്ങനെ തുല്യരാകുക? സയൻസിൽ തെളിയിക്കലാണല്ലോ. അപ്പൊ ഞാനും എന്നേക്കാൾ ശക്തിയുള്ള ഒരാളും തുല്യമല്ല എന്ന് വളരെ എളുപ്പത്തിലൂടെ തെളിയിക്കാൻ പറ്റും. തല്ലുണ്ടാക്കിയാൽ മതി. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അടിക്ക് ഞാൻ താഴെ വീഴും. തുല്യല്ലാന്ന് തെളിയിച്ചില്ലേ? തുല്യാണെങ്കിൽ രണ്ടാളും ഒരേ സമയം അടിച്ചു നിൽക്കണ്ടേ? അത് ഏത് കാര്യത്തിലും വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഒന്നും മനുഷ്യൻ തുല്യരല്ല. പിന്നെ എങ്ങനെയാ മനുഷ്യൻ തുല്യരാകുക? മനുഷ്യൻ തുല്യരാകണമെങ്കിൽ മനുഷ്യരിൽ എല്ലാവർക്കും ഒരാത്മാവാണ്. ആത്മാക്കൾ തുല്യമാണ് എന്ന് വരണം എന്നല്ല. മനുഷ്യർ തുല്യരാണ് എന്ന ആശയം ലോകത്ത് മതങ്ങൾ പ്രചരിപ്പിച്ചതാണ്, മതങ്ങൾ സൃഷ്ടിച്ചതാണ്. ഈ കാര്യം എത്തീസ്റ്റായ പരിണാമവാദിയായ ചരിത്രകാരൻ ഇവാൻ നോവോ ഹരാരി അദ്ദേഹത്തിന്റെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ലിബറലുകളെ കളിയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന അദ്ദേഹം ലിബറലും അല്ല, അതിനപ്പുറത്തുള്ള ഒരു എത്തീസ്റ്റാണ്. നിങ്ങൾ ഈ പറയുന്ന ആശയം ഒരു ജൂത, ക്രൈസ്തവ, ഇസ്ലാം ആശയമാണ്, സെമിറ്റിക് ആശയമാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് സ്ഥാപിക്കാൻ പറ്റില്ല. ഇത് ബുദ്ധിയുള്ള ഒരു ലിബറലിനോട് പറഞ്ഞാൽ അയാൾ ലജ്ജിക്കും. നമ്മുടെ മുമ്പിൽ അയാൾ ചൂടുകയും ചമ്മുകയും ചെയ്യും എന്ന് നോവോ ഹരാരി പറയുന്നുണ്ട്. ഇതാണ് ലിബറലിസവും ഇസ്ലാമും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. രണ്ടാമത്തെ ലിബറലിസം എന്ന് പറയുന്നത് അതിന് 3 രൂപമുണ്ട്. അതിന്റെ പൊതുരൂപം മുതലാളിത്തമാണ്. പക്ഷെ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥക്കാണ് നമ്മൾ മുതലാളിത്തം എന്ന് പറയാറുള്ളത്. അതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയാണ് ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലർ ഡെമോക്രസി എന്ന് പറയുന്നത്. അതിന്റെ സാംസ്കാരിക വ്യവസ്ഥക്കാണ് പൊതുവെ നമ്മൾ ലിബറലിസം എന്ന് മാത്രം ആ വാക്ക് ഉപയോഗിക്കുന്നത്. ലിബറലിസത്തിന്റെ ഒരു സാംസ്കാരിക വ്യവസ്ഥയെയാണ് മുഖ്യമായി ഞാനിവിടെ ചർച്ചക്കെടുക്കുന്നത്. അത് വളരെ നീതിരഹിതമായ ഒന്നാണ്, പ്രത്യേകിച്ച് ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇസ്ലാമിന്റെ സാമൂഹിക കാര്യങ്ങളുടെ ഏറ്റവും വലിയ അടിത്തറ നീതിയാണ്, ജസ്റ്റിസ്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് തത്വം പറയുന്നതിനേക്കാൾ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ലിബറലിസത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള, ഇനി അതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒക്കെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള ഉപാധി, ഷർത്ത് 2 എണ്ണമാണ്. ഒന്ന് പ്രായപൂർത്തി എത്തിയിരിക്കണം, മറ്റൊന്ന് രണ്ടാളുടെയും കൺസെന്റ് ഉണ്ടാവണം. ഇസ്ലാമിൽ ഒരു ഷർത്തേ ഉള്ളൂ, അത് നിക്കാഹാണ്. ഇതിൽ 2 ഷർത്തുണ്ട്. പക്ഷെ എന്താ ഫലം? ഒരു ഫലമില്ല. ഒരു ഷർത്തും ഒക്കെ വെക്കുന്നത് എന്തിനാ?
ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനീതിക്ക് ഇരയാകാതിരിക്കാനാണ്, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനാണ്. അങ്ങനെ പ്രായപൂർത്തിയായ രണ്ടാളുകൾ കൺസെന്റോടുകൂടി ബന്ധത്തിലേർപ്പെട്ടു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ ബന്ധത്തിലേർപ്പെട്ടതിലെ സ്ത്രീ പറയാണ്, മറ്റേയാളൊരു VIP ആയിരുന്നു വെച്ചോളി, അയാൾ എന്നെ അന്ന് ബലം പ്രയോഗിച്ചിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിൽ പറയാം സ്ത്രീകൾ. ഒന്ന് സത്യസന്ധമായിട്ട് പറയാം, മറ്റൊന്ന് അത് വെറുതെ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും സ്വാധീനിച്ചിട്ട് പറയാം. നമുക്കറിയില്ല എങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ട്, തർക്കമാണ്. തർക്കം എങ്ങനെയാണ് പരിഹരിക്കാം, എങ്ങനെയാ അത് അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് പരിശോധിക്കുക? ഒരു ഡോക്യുമെന്റ് ഉണ്ടാവണം. ഇവര് തമ്മിൽ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ഡോക്യുമെന്റ് എന്താ? ഒരു ഡോക്യുമെന്റും ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ സാക്ഷി വേണം. ഇത് സാക്ഷി ഉണ്ടാവില്ല. അപ്പൊ സ്ത്രീ കളവ് പറയുകയാണെങ്കിലും അത് കേൾക്കല്ലാതെ പുരുഷന് അപമാനിതനാകുകയല്ലാതെ വേറൊരു വഴിയില്ല. പുരുഷന്റെ അഭിമാനത്തിന് ഒരു സംരക്ഷണവും നൽകാത്തൊരു സദാചാര വ്യവസ്ഥയാണത്. ഇനി സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരു വാർത്തയാണ്, വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു. നല്ല കൺസെന്റോടുകൂടി ഏർപ്പെട്ടതായിരിക്കും. അന്നേരം കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. 2 തരത്തിൽ ഇതും സംഭവിക്കാം. ഒന്ന്, അയാൾ ആത്മാർത്ഥമായി തന്നെ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചീറ്റിംഗ്. ലിബറൽ വ്യവസ്ഥ അനുസരിച്ച് ആ ചീറ്റിങ്ങിനെ തടയാനാവില്ല. കാരണം കൺസെന്റ് ഉണ്ടായാൽ മതി. കൺസെന്റ് കളവ് പറഞ്ഞിട്ട് കൺസെന്റ് ഉണ്ടാക്കാം, കളവ് പറഞ്ഞ് കൺസെന്റ് ഉണ്ടാക്കരുത് എന്നൊരു വ്യവസ്ഥയില്ലല്ലോ. അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഇയാൾ അന്നേരം കരുതിയിട്ടുണ്ടാവും വിവാഹം കഴിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് പിന്നെ പറ്റില്ലാന്ന് തോന്നി. ഇങ്ങനൊരു കേസ് കേരളത്തിൽ, ഇന്ത്യയിൽ ബോംബെ ഹൈക്കോടതിയുടെ അടുത്ത് എടുത്തു വന്നു. പെൺകുട്ടി കേസ് കൊടുത്തതാണ്. അപ്പോ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ഇയാൾ പിന്മാറി. കോടതി ഇയാളെ വിചാരണ ചെയ്തു. ഇയാൾ പറഞ്ഞു, ഞാൻ ആത്മാർത്ഥത തന്നെ പറഞ്ഞാണ്, പക്ഷെ പിന്നെ എനിക്ക് പറ്റില്ലാന്ന് തോന്നി. കോടതി പറഞ്ഞു, ഇയാളെ നിർബന്ധിക്കാൻ പറ്റില്ല, ഒരാളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ സ്ത്രീയും ഇരയാകുന്ന ഒരു സദാചാര വ്യവസ്ഥയാണ് അത്. ഇസ്ലാമില് ഒരു പ്രശ്നമില്ല. 2 കൂട്ടരും ആരും ഇരയാവില്ല. കാരണം അതിന്റെ ഷർത്ത് നിക്കാഹാണ്. അത് എല്ലാവരുടെയും അവകാശങ്ങൾ, ആണിന്റെയും പെണ്ണിന്റെയും വിവാഹ ജീവിതത്തിലെ അവകാശം. ഇനി വിവാഹം പൊട്ടുകയാണെങ്കിൽ, തകരുകയാണെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ, അതില് സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അവകാശം എല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ട്രാൻസ്പെറന്റ് ആണ്. ആദ്യമേ അതിൽ ഏർപ്പെടുന്നവർക്ക് അത് അറിയാം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. ആരും വഞ്ചിക്കപ്പെടുകയില്ല. അപ്പൊ ഇത് ഒട്ടും നീതിപൂർവകമായ ഒരു വ്യവസ്ഥ അല്ല. മറ്റൊന്ന്, മുതലാളിത്തത്തിന്റെ സാമ്പത്തിക ക്രമം അഥവാ മുതലാളിത്തം, അതിന്റെ വികസന രീതിയാണ് ലോകത്ത് വമ്പിച്ച പാരിസ്ഥിതിക തകർച്ച സൃഷ്ടിച്ചത്. അത് ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മുതലാളിത്ത രാഷ്ട്രങ്ങൾ തന്നെ പാരിസ്ഥിതിക തകർച്ച, ക്ലൈമറ്റ് ചേഞ്ച്, അതിനെക്കുറിച്ച് ഉച്ചകോടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലടക്കം റിട്ടേൺ ടു നാച്ചർ, വളരെ ഭീകരമായി തീവ്രമായി പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ അന്ന് എങ്ങനെയാണ് വികസനം, പുരോഗതി, ഈ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പ്രകൃതിക്കെതിരായ ഒരു നാഗരിക രീതി കെട്ടിപ്പടുത്തത്. അതിന്റെ ഫലമാണ് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്നത്. ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം, സമത്വം മുതലായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സദാചാരപരമായ മലിനീകരണം നടത്തുന്നത് മുതലാളിത്തം. അത് വമ്പിച്ച കുടുംബ തകർച്ചയിലേക്കും വ്യക്തികളുടെ എല്ലാ തരത്തിലുമുള്ള തകർച്ചയിലേക്കും അതുകൊണ്ട് ഇന്നെത്തിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് അത് തിരിച്ചറിയും. ഇന്ന് പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്നത് പോലെ അന്ന് ഈ സദാചാര കുടുംബ സംരക്ഷണ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നടത്തും. പക്ഷെ അപ്പോഴേക്ക് മനുഷ്യൻ കൊടുക്കേണ്ട വിലയെല്ലാം കൊടുത്തുപോയിട്ടുണ്ടാകും എന്ന് മാത്രം. മറ്റൊന്ന്, ഈ ലിബറലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതെപ്പോഴും സംസാരിക്കുക ദുർബലരുടെ പേരിലാണ്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, അടിച്ചമർത്തപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ശക്തന്റെ ആശയമാണ്. ശക്തന്റെ താല്പര്യത്തെയാണ് ഇത് സംരക്ഷിക്കുന്നത്. ഇതുണ്ടായാൽ അതിന്റെ ബെനിഫിഷ്യർ ആരാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ ഏറ്റവും ശക്തർ, ശാരീരികമായും ഒക്കെ ശക്തരായ ആളുകളാണ്. ഇത് ചരിത്രത്തിൽ എക്കാലത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ ഫിറൗനായാലും നമ്രൂദായാലും അബൂജഹലായാലും എല്ലാ പ്രവാചകന്മാരുടെ എതിരാളികളായാലും അവരൊക്കെ ആ സമൂഹത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ആരുടെ താല്പര്യമായിരുന്നു? അന്നാട്ടിലെ സമ്പന്നന്റെ,
അധികാരമുള്ളവന്റെ, കൈക്കരുത്തുള്ളവന്റെ, ആൾഫലമുള്ളവന്റെ, സമ്പത്തുള്ളവന്റെ, ശക്തിയുള്ളവന്റെ താല്പര്യം. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ദൈവങ്ങളുടെ അരുളപ്പാടും താല്പര്യവും, ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ മതം, അല്ലെ? മറുഭാഗത്ത് പ്രവാചകന്മാർ എപ്പോഴും പ്രതിനിധീകരിച്ചത് യഥാർത്ഥ ജനങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഒരിക്കലും അത് ഏകദൈവത്തിന്റെ അരുളപ്പാടാണ്, യഥാർത്ഥ ജനങ്ങളുടെ താല്പര്യവുമാണ്, എല്ലാ മർച്ചിതരുടെയും താല്പര്യമാണ്. പക്ഷെ മറ്റവരിത് ഞങ്ങളുടെ താല്പര്യം ഒരിക്കലും പറയില്ല, അത് ദൈവത്തിന്റെ താല്പര്യമാണ്, പാരമ്പര്യമാണ് എന്നാണ് പറയാ. ആധുനിക കാലത്ത് ഈ തട്ടിപ്പ് ആവർത്തിക്കുകയാണ്. ഇവിടെ ദൈവവും മതവും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്ലാമിന് പുറത്തുള്ള ഒരു സമൂഹത്തിൽ വില പോകില്ല, അതിന് ലോകത്ത് ഇപ്പൊ മാർക്കറ്റില്ല. പുതിയ മതം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ പറഞ്ഞിട്ട് എന്ത് നടത്തുകയാണ്? ശക്തന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇപ്പോ കൺസെന്റോടുകൂടി ആണിനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതൊരു ഭയങ്കര പുതിയ ആശയമാണ്, സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് പെണ്ണിനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, മതത്തിന്റെയും സദാചാരത്തിന്റെയും സർവ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കുന്നു. നല്ല രസം. ഇതിന്റെ നഷ്ടാർക്കാം. രണ്ട് രീതിയിലാണ് സംഭവിക്കുക. ഒന്നുകിൽ അത്തരം ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മള് അങ്ങനെ ഏർപ്പെടുന്നവർ സ്ത്രീകൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള വഴി തെരഞ്ഞെടുക്കുന്നു. എല്ലാ ആളുകളും അങ്ങനെ തെരഞ്ഞെടുത്താൽ മനുഷ്യരാശി അതോടെ അവസാനിക്കും. ഇനി അതല്ല, ഗർഭധാരണം നടക്കുന്നെങ്കിൽ നടക്കാം എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അതിന്റെ എല്ലാ ചുമതലകളും ഭാരങ്ങളും ആരൊറ്റക്ക് പേറണം? സ്ത്രീ മാത്രം. പുരുഷന് നല്ല സൗകര്യം, ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലേ? അമേരിക്കയിൽ നടന്നൊരു പഠനമുണ്ട്, സിംഗിൾ പാരന്റിങ് എന്നൊരു, പ്രത്യേകിച്ച് ഇത്തരം രാജ്യങ്ങളിലെ ഒരു പ്രതിഭാസമാണ്. ഒരു രക്ഷിതാവ് ഒറ്റക്ക് കുട്ടിയെ വളർത്തുക. അങ്ങനെയുള്ള സിംഗിൾ പാരന്റിങ് നടത്തുന്നവരിൽ 8-ൽ 7 സ്ത്രീകളാണ്, 8-ൽ 1 മാത്രമാണ് പുരുഷന്മാർ. ആർക്ക് ലാഭം? സ്ത്രീകൾ ബ്രസ്റ്റ് തുറന്നിട്ടിട്ട് പൊതുസ്ഥലത്ത് പാർക്കിലൊക്കെ ഇരിക്കുക, നടക്കുക. ഇത് വലിയൊരു പുരുഷ മേധാവിത്വത്തിനെതിരായ വലിയൊരു സമരമാണ് എന്ന് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ലിബറലിസത്തിന് തന്നെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ബെനിഫിഷ്യർ ആരാണ്? അല്ലെങ്കിൽ സ്ത്രീകൾ മര്യാദക്ക് വസ്ത്രം ധരിക്കാതിരിക്കുക, ഇതിന്റെ ബെനിഫിഷ്യർസ് ആരാണ്? ഒക്കെ പുരുഷന്മാരാണ്. അപ്പൊ ഇത് ശക്തന്റെ താല്പര്യമാണ് യഥാർത്ഥത്തിൽ. കുടുംബഘടന, കുടുംബമായിട്ടാണല്ലോ ഇതിന്റെ ഒരു യുദ്ധമുഖം, കുടുംബമാണ്. അപ്പോ കുടുംബം ഭയങ്കര പാട്രിയാർക്കിക്കാണ്, അടിച്ചമർത്തലാണ്. ശരിയാണ്, കുടുംബത്തിന് ഒരുപാട് പരിമിതികൾ, നിലവിലുള്ള കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് പരിഹാരം ഇസ്ലാം പറയുന്ന യഥാർത്ഥ കുടുംബ വ്യവസ്ഥയിലേക്ക് മടങ്ങുക എന്നതാണ്. അപ്പോ കുടുംബം ഇല്ലാതാവും. കുടുംബം ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? നഷ്ടത്തിൽ ഏറ്റവും ലാഭം ആർക്കാണ്? ആരോഗ്യവും സാമാന്യവും സമ്പത്തൊക്കെ ഉള്ള പുരുഷന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ആരോഗ്യവും ഉള്ള കാലത്ത്, സമ്പത്തും ശാരീരിക ശേഷിയൊക്കെ ഉള്ള കാലത്ത് സ്ത്രീക്കും നഷ്ടമില്ലായ്മയിൽ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ സ്ത്രീകൾ പുരുഷനെ അപേക്ഷിച്ച് അവർക്ക് നഷ്ടമുണ്ടാവും. അതേസമയം കുടുംബം അനിവാര്യമായ വേറെ കൂട്ടരുണ്ട്. ആരാണ്? ബാക്കി എല്ലാ ദുർബലരും. കുഞ്ഞുങ്ങൾക്ക് കുടുംബം വേണം, അല്ലെ? ഏറ്റവും ദൈർഘ്യമുള്ള ശൈശവമുള്ള ജീവിയാണ് മനുഷ്യൻ. അതിന്റെ ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല, മാനസികമായ വളർച്ചയ്ക്ക് കുടുംബം വേണം. ഇന്ന് കുടുംബം തകർന്ന പടിഞ്ഞാറൻ നാടുകളിൽ സംഭവിക്കുന്നത് എന്താ? അവിടുത്തെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ എല്ലാം അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും അല്ല, ഇന്ത്യക്കാരും മറ്റ് ഏഷ്യൻ-ആഫ്രിക്കൻ നാടുകളിലുള്ളവർ, മര്യാദക്ക് കുടുംബ വ്യവസ്ഥയുള്ള നാടുകളിലുള്ളവരാണ് ആ രാജ്യങ്ങളിലെ ഹയർ പോസ്റ്റുകളൊക്കെ വഹിക്കുന്നത്. എന്താ കാരണം? വേഗം മനസ്സിലാവും. 2 കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒബാമ അമേരിക്കയിലെ സ്കൂൾ സ്റ്റുഡൻസിനെ അഭിമുഖീകരിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ മാത്തമെറ്റിക്സ് പഠിക്കുന്നതിൽ ഇന്ത്യക്കാരെ മാതൃകയാക്കണം. ബ്രിട്ടനിലെ സ്കൂൾ മാത്തമെറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രസ്താവനയുണ്ട്. ബ്രിട്ടനിലെ കുട്ടികളുടെ ഗണിതാധ്യയനം ശരിയാകണമെങ്കിൽ ബ്രിട്ടനിൽ കുടുംബ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം. ഗണിത അധ്യയനവും കുടുംബ വ്യവസ്ഥയും തമ്മിൽ എന്താ ബന്ധം? ഗണിതം എന്ന്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തും ഭൂരിഭാഗം കുട്ടികൾക്കും പ്രയാസമുള്ള ഒരു വിഷയമായിരിക്കും.
ജനിതകപരമായി തന്നെ അതിൽ എളുപ്പമുള്ള കുറച്ച് പേരുണ്ടാവും, അത് ന്യൂനപക്ഷമായിരിക്കും. ഭൂരിപക്ഷത്തിന് പ്രയാസമായിരിക്കും. പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ കുടുംബത്തിന്റെ കൂടി ഒരു സപ്പോർട്ട് വേണം. അത് വീട്ടിൽ രക്ഷിതാക്കൾ പഠിപ്പിക്കാന്ന് മാത്രമല്ല, ഒരു കുടുംബാന്തരീക്ഷം കൂടി ഉണ്ടാകുമ്പോഴാണ് പഠിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്തരം നാടുകളിൽ സംഭവിക്കുന്നത്? കുട്ടികൾ ഒരു കൗമാരപ്രായം എത്തുമ്പോഴേക്ക് കഞ്ചാവിനും ചരസിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാവുന്നു. അവര് അപകടകരമായ സെക്സുകളിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്നു. അപ്പോ കുട്ടികൾക്ക് അവരുടെ ശാരീരിക വളർച്ചക്കും ബുദ്ധിപരമായ വളർച്ചക്കും എല്ലാം ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനാകാൻ അവർക്ക് കുടുംബ വ്യവസ്ഥ വേണം. ഇനി ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയ ആളുകൾക്ക് വേണം, രോഗികൾക്ക് വേണം. നമ്മുടെയൊക്കെ വീടുകളിൽ സമൂഹം ഭ്രാന്തന്മാരെന്നോ പൊട്ടന്മാരെന്നോ ഒക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവര് കുടുംബത്തില് ഭ്രാന്തനും പൊട്ടനൊന്നുമല്ല. നമുക്ക് ഏട്ടനും മുക്കാക്കയും അമ്മാവനും എളാപ്പയും മുത്താപ്പയും അങ്ങനെ അങ്ങനെ പലതുമാണ്. അവർക്ക് കുടുംബത്തിൽ വിലയുണ്ട്. അവരുടെ പല ക്വാളിറ്റികളും കുടുംബത്തിന് അറിയാമായിരിക്കും. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ഭ്രാന്തൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു ഗോത്രം പൂർത്തിയാവുക എന്ന്. ഇനി പ്രായമുള്ളവർ, വൃദ്ധർ. CPM പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താ? 75 വയസ്സ് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റി വെച്ച് ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. ന്യായമായ തീരുമാനമാണ്. കാരണം എന്താ? ശാസിക്കുന്ന 75 വയസ്സ് കഴിഞ്ഞവർ എന്നോട് ക്ഷമിക്കുക, പ്രൊഡക്ഷൻ കുറവായിരിക്കും. പ്രൊഡക്ഷൻ കുറവായവർക്ക് സമൂഹത്തിന് എന്താ അവർക്കൊണ്ട് ആവശ്യമില്ല. അതേസമയം കുടുംബഘടനയിൽ ഇവർ വളരെ പ്രാധാന്യമുള്ളവരാണ്. അത് വീഞ്ഞു മാതിരിയാണ്. കുടുംബഘടനയിൽ ആൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രാധാന്യവും വീര്യവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് കുടുംബഘടനയിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ ദുർബലരെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബം തകരുക എന്നുള്ള ആരുടെ ആവശ്യമാണ്? ശക്തന്റെ ആവശ്യമാണ്. അപ്പൊ ഈ സ്ത്രീ വിമോചനം, ലിബറലിസം എന്നൊക്കെ പറയുന്നത് പുരുഷന്റെ താല്പര്യം സ്ത്രീവേഷം കെട്ടി വന്നതാണ്. അതിന്റെ അർത്ഥം സ്ത്രീക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉണ്ടായി വരേണ്ടതില്ല എന്നല്ല. തീർച്ചയായും അതിൽ ഒരുപാട് അനീതികൾ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്ത്രീ ഒരുപാട് കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു കാലം വരും സനഅയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു പെണ്ണിന് ഒറ്റക്ക് യാത്ര ചെയ്യാവുന്ന ഒരു കാലം വരും. ലഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന കാലം വരും. ഇതൊക്കെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ അത് ശരിയായ സ്വാതന്ത്ര്യമാണ്. ഒറ്റ കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാൻ, ലിബറലിസത്തിന്റെ മൗലിക ദൗർബല്യം, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ സമത്വം ഉണ്ടാക്കാനാണ് അത് ശ്രമിക്കുന്നത്. ലോകത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് സമത്വമല്ല, നീതിയാണ്. എല്ലാ കാര്യത്തിലും നീതി ഉണ്ടാക്കാൻ സമത്വമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ സമത്വം ഉണ്ടാക്കണം. സമത്വം ഉണ്ടാക്കിയാൽ നീതിയല്ല ഉണ്ടാവുക, അനീതിയാണെങ്കിൽ സമത്വം ഉണ്ടാക്കരുത്. എന്ത് കഷ്ടപ്പാട് സഹിച്ചല്ല, പെണ്ണുങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് ലഭിക്കുന്ന എന്ത് അവകാശങ്ങൾ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, സമത്വം ഉണ്ടാവും. ഇതാണ് ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോം വാദത്തിന്റെ ഒക്കെ അടിസ്ഥാനം. പ്രയാസാണ്, എന്നാലും സമത്വം എന്ന് പറയുന്ന മഹത്തായ ആശയം ഉണ്ടാവേണ്ടിയില്ല, നീതിയാണ് ഉണ്ടാവേണ്ടത്. സമത്വം എപ്പോഴും നീതി ആയിക്കൊള്ളണമെന്നില്ല. സംവരണത്തെ കുറിച്ച് ഷമീം സാഹിബ് പറഞ്ഞു, സംവരണം സമത്വമല്ല, സമത്വം ഇല്ലായ്മയാണ്. എന്നല്ല, ഇന്ത്യയിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ ആ മൂവ്മെന്റുകളുടെ പേര് സോഷ്യൽ ഈക്വാലിറ്റി മൂവ്മെന്റ് എന്നാണ്. സംവരണ വിരുദ്ധർ എക്കാലത്തും പറയല് സമത്വം തരണം, എല്ലാ സീറ്റും ഓപ്പൺ മെറിറ്റിൽ വന്ന് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റണം, സമത്വമാണ്, നീതിയല്ല. ഒരുപാട് ഉദാഹരണം പറയാൻ. ബസ്സിലെ സീറ്റൊക്കെ ജനറൽ ന്യൂട്രൽ ആക്കുക, ഒരു ജനറലും ഇല്ല. സ്ത്രീകൾക്ക് ഇപ്പം റിസർവേഷൻ സീറ്റ് ഉണ്ട്, അപ്പൊ ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള ബസ്സാണ്, ഇടിച്ചു കയറുകയാണ്, ആർക്കാ സീറ്റ് കിട്ടുക? ആണുങ്ങൾക്ക് മാത്രം സീറ്റ് കിട്ടും. ഇനി പെണ്ണുങ്ങൾക്കിടയിൽ സംവരണമുണ്ട്, അമ്മയും കുഞ്ഞിനും സീറ്റ് ഉണ്ട്, പെണ്ണുങ്ങൾ ഇടിച്ചു കയറാണ് എങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടുകയാണെന്ന് നോക്കുക, ആർക്കാ സീറ്റ് കിട്ടുക? കൈക്കുഞ്ഞുള്ള പെണ്ണുങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. അപ്പൊ എവിടെയും സമത്വമല്ല നടപ്പാക്കേണ്ടത്. സമത്വം നടപ്പാക്കേണ്ട സ്ഥലം ഉണ്ടാവും, അവിടെ സമത്വം നടപ്പിലാക്കണം. അടിസ്ഥാന ലക്ഷ്യം നീതിയാണ്. നീതി നടപ്പിലാക്കാൻ സമത്വം നടപ്പിലാക്കേണ്ടതുണ്ടെങ്കിൽ സമത്വം നടപ്പിലാക്കണം. അതേസമയം ആണും പെണ്ണും വ്യത്യസ്ത ഐഡന്റിറ്റിയാണ്. നീതി എന്ന് പറയുന്നത് ഓരോന്നിനോടും നീതി പുലർത്തലാണ്. പെണ്ണെന്ന് പറയുന്ന അസ്തിത്വത്തോട് നീതി പുലർത്തണം. അത് അവരും പുലർത്തണം, സമൂഹവും പുലർത്തണം. സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം പുലർത്തണം.
ആണെന്ന് പറയുന്ന അസ്തിത്വത്തോട് നീതി പുലർത്തണം. ഓരോരുത്തരുടെയും പലതരം വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഉണ്ട്. അതിനോടെല്ലാം നീതി പുലർത്തുക എന്നതാണ് നീതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന വസ്ത്രം. സമൂഹത്തിൽ ആണും പെണ്ണുമല്ലാത്ത ദുർബല വിഭാഗങ്ങളുണ്ട്. LGBT കമ്മ്യൂണിറ്റി ഉദാഹരണം. ഇവരോട് ലിബറൽ സമൂഹമാണ് നീതിപൂർവ്വം പ്രവർത്തിക്കുന്നത് എന്നാണ് അനുഭവം. ഇസ്ലാമും ഇസ്ലാമിക സമൂഹവും ഇവരുടെ ഐഡന്റിറ്റി പോലും അംഗീകരിക്കാതെ അനീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. ഈ നിലപാടിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഒന്ന്, ഈ പദങ്ങൾക്ക് തന്നെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉണ്ട്. പദപ്രയോഗങ്ങൾ ന്യൂട്രലുടെ കാലാണ്. ഈ LGBTQA+ എന്നത് തന്നെ ഒരു ന്യൂട്രൽ പദപ്രയോഗമല്ല. ഇസ്ലാമിന് ഉപയോഗിക്കാം, ലിബറലിസത്തിന് ഉപയോഗിക്കാം, കമ്മ്യൂണിസത്തിന് ഉപയോഗിക്കാം, അല്ല. അത് ലിബറലിസ്റ്റ് ഉണ്ടാക്കിയൊരു പ്രയോഗമാണ്. അത് മുസ്ലിങ്ങളല്ലാത്തവർ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 5 year നിസ്കരിക്കുന്നില്ല, ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അല്ല, ഒരു സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. കാരണം അത് ഇസ്ലാമിന്റെ ഒരു പ്രയോഗമാണ്. LGBTQA+ എന്നത് ഒരു ലിബറൽ പ്രയോഗമാണ്. അതിൽ ഒന്ന്, ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പരിപാടിയാണ്. ഓരോന്നും അതിന്റെ പല കാരണങ്ങളാൽ വിശദീകരിക്കുന്നില്ല. വേറൊന്ന്, പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പരിപാടിയാണ്. അതിനോട് എന്ത് നീതി പുലർത്താനാണ്? അതൊരു തോന്നിവാസാണ്. അതങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യരാശി അവസാനിച്ചു. അല്ലെ? മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജമാണ് ലൈംഗികത. അതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഇവിടെ ലിബറലുകൾ ശാസ്ത്രവാദികളാണ്, യുക്തിവാദികളാണ്. ശാസ്ത്രമനുസരിച്ച് തന്നെ, പ്രത്യേകിച്ച് പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ ലൈംഗിക ചോദന എല്ലാ ജീവികളിലും ഉണ്ടായത് റീപ്രൊഡക്ഷന് വേണ്ടിയും വംശവർദ്ധനവിന് വേണ്ടിയുമാണ്. അപ്പോ അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. മനുഷ്യൻ അതല്ലാത്ത ലക്ഷ്യങ്ങളും അതിനുണ്ട്, ആനന്ദത്തിന്റെയും സർഗാത്മകതയുടേതും ഒക്കെ അത് നല്ലത് തന്നെ. അപ്പൊ ഈ റീപ്രൊഡക്ഷൻ എതിരായ ലൈംഗികത സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യരാശി ഉണ്ടാവില്ല, തീർന്നു പോകും. അപ്പൊ അത് അധാർമികമാണ് എന്നതാണ് ഇസ്ലാമിന് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മാത്രമല്ല, അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം അങ്ങേയറ്റം പ്രകൃതി വിരുദ്ധവും മോശമായതും ഒക്കെയായ മാർഗങ്ങളാണ്. ഒരു സദസ്സിൽ വിശദീകരിക്കാൻ കൊള്ളുന്ന കാര്യങ്ങൾ പോലുമല്ല. അതാണ് അതിലെ 2 കേസ്, L-ഉം G-യും. പിന്നെ വേറൊന്ന്, സ്വവർഗ ലൈംഗികതയും പറ്റും, മറ്റേ സ്വന്തം എതിർലിംഗത്തോടുള്ള ലൈംഗികതയും പറ്റും. അതിൽ ഒന്ന് തോന്നിവാസാണ്, ഒന്ന് നല്ല കാര്യമാണ്. ഇതിനവിടുത്തെ രീതി പുലർത്താനാണ്. പിന്നെ അതിലുള്ള 2 സംഭവങ്ങൾ, ഒന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അഥവാ അവർ ശരീരം കൊണ്ട് ഒരു ലിംഗത്തിലും മനസ്സുകൊണ്ട് മറ്റൊരു ലിംഗത്തിലും ആയിരിക്കുന്നവരാണ്. അത് എത്രത്തോളം അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇസ്ലാം അവരെ പരിഗണിക്കുന്നത് അവരുടെ ശാരീരികാവസ്ഥ വെച്ചിട്ടാണ്. അങ്ങനെ അല്ല. പ്രത്യേകിച്ച് ലിബറലിസത്തിന് വേറൊരു വാദമുണ്ട്. ജെൻഡർ സെക്സ് എന്ന് പറഞ്ഞ 2 സാധനമാണ്. അത് ഞാൻ ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയേണ്ടതുണ്ട്. എന്തായാലും മനുഷ്യൻ ആണായിരിക്കുക, പെണ്ണായിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിംഗത്തിൽ പെടുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് ശാരീരികമായ അവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സ് എന്തോ ആവട്ടെ, നിങ്ങളുടെ ശരീരം എന്താണോ അതിനെയാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അങ്ങനെയല്ല. ലിബറലിസത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിനെ ബേസ് ചെയ്തിട്ട്, അഥവാ ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറഞ്ഞ ഒന്ന് തന്നെ, അതിനെ പരിഗണിച്ചുകൊണ്ട് അത് മനസ്സ് തോന്നുന്നതാണ്. താമസ സ്ഥലം ഏർപ്പെടുത്തേണ്ടി വരും. അതൊക്കെ എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത്, കൗൺസിലിംഗ്, ഇപ്പം ഒരു മാനസിക വ്യതിയാനാണത്, കൗൺസിലിങ്ങോ ഒക്കെ നടത്തിയിട്ട് ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പരീക്ഷണമായി മനസ്സിലാക്കി അതിന് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിന് തീർച്ചയായും അള്ളാഹു പ്രതിഫലം നൽകും. അല്ലാത്ത ശ്രമങ്ങൾ, ശരീരത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ലോകത്തെവിടെയും വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ശാരീരികമായ കൂടുതൽ കോംപ്ലിക്കേഷൻസുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഭാഗം ശാരീരികമായി തന്നെ ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകളാണ്. അവരോടുള്ള ഇസ്ലാമിന്റെ സമീപനം, അവർ ഏത് ലൈംഗികത, ഏത് സെക്സിനോടാണോ, ഏത് ലിംഗവിഭാഗത്തോടാണോ അടുത്ത് നിൽക്കുന്നത്, കൃത്യമായി ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ ഏത് അവയവമാണോ അവർ ഉപയോഗിക്കുന്നത് അതായിട്ട് അവരെ പരിഗണിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇതിലൊരു അനീതിയില്ല. ഇതാണ് ഏറ്റവും നീതിപൂർവകമായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ലിബറലിസം ഒരു നീതി ഇക്കാര്യത്തിൽ ചെയ്യുന്നില്ല. ലിബറലിസം വികസിച്ച്
മനുഷ്യന്റെ ലൈംഗികാവസ്ഥ എന്ന് പറയുന്നതിന് ഓരോരുത്തർക്കും തോന്നുന്നതാണ്. ഇനി എടുത്തൊരാളോട് ചോദിച്ചിരുന്നു, മനുഷ്യന്മാർക്ക് ഉമ്മാനും വാപ്പാനെയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളെ വാപ്പ നാളെ നേരമ്പത്തിട്ട് ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാപ്പയില്ലാതല്ലേ? ഇങ്ങനെ എന്തെല്ലാം നാളെ മറ്റന്നാൾ നേരമ്പത്തി ഉമ്മ ഞാൻ ആണാണ് അല്ലെ ഞാൻ വേറെ ഏതോ ഒരു ജെൻഡറാണ് എന്നൊക്കെ ഡിക്ലറേഷൻ നടത്തിയാൽ നമ്മൾ തന്തല്ലാത്തവരും തള്ളല്ലാത്തവരും കൈ മാറൂലേ? ഇതിൽ എന്ത് നീതിയാണുള്ളത്? മറ്റൊരു ചോദ്യം, ധാർമ്മികതയുള്ള സമൂഹത്തെ ഉണ്ടാക്കുകയാണ് മതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ധാർമ്മികത യഥാർത്ഥത്തിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ? അത് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ മതമില്ലാതെ തന്നെ ഉണ്ടാകുന്നതല്ലേ? മതമില്ലാത്ത കുടുംബങ്ങളിലും മതവിശ്വാസം കുറഞ്ഞ രാജ്യങ്ങളിലുമൊക്കെ ധാർമ്മിക ബോധം നിലനിൽക്കുന്നതിന് എങ്ങനെ കാണുന്നു? മതമില്ലാതെ ധാർമ്മികത ഉണ്ട് മീൻസ് മതവിശ്വാസമില്ലാത്തവരിലും ധാർമ്മികതയുണ്ട്. മതവിശ്വാസമുള്ളവരിൽ ധാർമ്മികമായ ചുതികളും ഉണ്ടാകാം, ഇതിന് സത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മതമില്ലാതെ ധാർമ്മികതക്ക് ഒരു യുക്തിയില്ല. ധാർമ്മികതക്കൊരു ന്യായം, ഒരാളത് ചെയ്യുന്നു എന്നുള്ളതല്ല, അതാൾക്ക് ഇഷ്ടമായിട്ട് ചെയ്യുന്നു, ഒരാൾക്ക് അങ്ങനെ ശീലമുള്ളത് കൊണ്ട് ചെയ്യുന്നു, അല്ലെ മനുഷ്യന്റെ ഒരു ശുദ്ധപ്രകൃതം കാരണമായിട്ട് അങ്ങനെ ചെയ്യുന്നു ഒക്കെ സംഭവിക്കാം. പക്ഷെ കേവല യുക്തിയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ധാർമ്മികതയെ പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഒരാൾക്ക് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ അയാൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രമുണ്ട്. വിശപ്പ് എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഭക്ഷണം ആവശ്യമായി വരുന്നു, ആ മെസ്സേജ് തലച്ചോറിന് കൊടുക്കുന്നു, തലച്ചോറ് ആ മെസ്സേജ് തിരിച്ച് ബോഡിക്ക് നൽകുന്നു, ഇതാണുള്ള വിശപ്പ്. അപ്പോഴാണ് അയാളുടെ കയ്യിൽ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അയാളെപ്പോലെയോ അയാളെക്കാളോ വിശക്കുന്ന ഒരാൾ കടന്നു വന്നാൽ ആ ഭക്ഷണം അയാൾ മറ്റേയാൾക്ക് മാറ്റി വെക്കുന്നതിനോ അയാളോട്ട് പകുത്ത് കഴിക്കുന്നതിനോ ഒരു യുക്തിയുമില്ല, സയൻസും ഇല്ല. അപ്പൊ ഈ ധാർമ്മികത മിക്കവാറും സാക്രിഫൈസിൽ നിന്നുണ്ടാവുന്നതാണ്. സാക്രിഫൈസ് ചെയ്യുന്നതിന് എന്ത് യുക്തിയാണുള്ളത്, എന്ത് സയൻസാണുള്ളത്? അല്ലെ സയൻസിനെ വെച്ചിട്ട് നമുക്ക് ധാർമ്മികത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? മതമില്ലെങ്കിൽ പിന്നെ സയൻസ് ആണല്ലോ. E=mc² സയൻസാണ്. അത് ഉപയോഗിച്ചിട്ട് എനർജി ഉണ്ടാക്കണോ ബോംബ് ഉണ്ടാക്കണോ? ഫിസിക്സിന് എന്താ പറയാനുള്ളത്? ഫിസിക്സിൽ ഒന്നും പറയില്ല. ഇനി ബോംബ് ഉണ്ടാക്കിയാൽ അത് ആരെ തലമണ്ടയിൽ കൊണ്ടുപോയി ഇടണം? ഫിസിക്സിന് എന്താ പറയാനുള്ളത്? ഫിസിക്സ് നമ്മളെ സഹായിക്കില്ല അക്കാര്യത്തിൽ. അപ്പൊ മതമില്ലാതെ ധാർമ്മികത ഉണ്ടാക്കാൻ കഴിയില്ല. ആരോ ഉണ്ടാക്കിയ ധാർമ്മികത നിങ്ങൾ പിന്തുടരുന്നത് വേറെ കാര്യം അല്ലേ? ഏതോ ഒരു കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. മതത്തിന്റെ കമ്പനി ഉണ്ടാക്കിയതാണ് ഉൽപ്പന്നം, മതരഹിതനും അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതൊക്കെ അതാർക്കും കൺസ്യൂം ചെയ്യാം. പ്രൊഡക്ഷൻ സാധ്യമല്ല. പ്രൊഡക്ഷൻ മതമെന്ന കമ്പനിക്ക് മാത്രമേ സാധ്യമുള്ളൂ. കൺസ്യൂമിങ് മതമെന്ന കമ്പനി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മതവിശ്വാസിയും കൺസ്യൂം ചെയ്യാതിരിക്കാം. വേറെ കമ്പനിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാം. മതരാഹിത്യത്തിന്റെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടാകാം. മതം പ്രൊഡ്യൂസ് ചെയ്തത് മതരഹിതനും കൺസ്യൂം ചെയ്യുന്നുണ്ടാകാം. അത് കൺസ്യൂമിങ് ലെവലാണ്. പ്രൊഡക്ഷൻ ലെവലിൽ ഇത് മതത്തിന് മാത്രമാണ് സാധിക്കുള്ളൂ. രണ്ട് ചോദ്യങ്ങളുണ്ട് ഗെയിമിനോട്. അതിലൊന്ന്, മനുഷ്യൻ ഒട്ടേറെ പുരോഗമിച്ച ഒരു കാലത്താണ് നമ്മളുള്ളത്. നാളെ ഇനിയും സാമൂഹികമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ യാഥാസ്ഥിക ചിന്തയല്ലേ എന്നാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരത്തിന്റെ നിയമങ്ങളാണ് ഖുർആനുള്ളത് എന്നതിന് അടിമത്തം ഖുർആൻ നിരോധിച്ചില്ല എന്നതിന് തന്നെ വലിയൊരു തെളിവല്ലേ? അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധം വരെ ഹലാൽ ആക്കുന്ന ഖുർആനിക ആയത്തുകളുണ്ടല്ലോ. ഖുർആൻ ദൈവികവും കാലാതീതവുമാണെങ്കിൽ എന്തുകൊണ്ട് ഈ അടിമത്ത നിരോധനം ഖുർആൻ പ്രഖ്യാപിക്കാതെ പോയത്? കുറച്ച് സമയം കിട്ടും. ഒന്ന്, കാലം മാറിയത് കൊണ്ട് എല്ലാം മാറണമെന്ന് ഈ ചോദ്യം ചോദിച്ച ആൾക്കോ അല്ലെങ്കിൽ യുക്തിവാദികൾക്കോ ഒന്നും അഭിപ്രായം ഉണ്ടാവില്ല. കാലം മാറിയത് കൊണ്ട് മനുഷ്യന്റെ ആരംഭത്തിൽ അല്ലെ മുഹമ്മദ് നബി മക്കയിൽ വരുമ്പോ നബി പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്, അന്യന്റെ മുതൽ കക്കരുത്. കാലമൊക്കെ മാറി, ഇനിയിപ്പം കുറച്ച് മുതലൊക്കെ കക്കുക. കാലം മാറിയതല്ലേ. പണ്ട് പറഞ്ഞൊക്കെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കണം അല്ലേ? മൂസാ നബിയുടെ 10 കൽപ്പനകളിൽ അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്, അപഹരിക്കരുത്, അത് എത്ര നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞാണ്. കാലം എത്രയായി? ഇനിയിപ്പൊ അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകല്ലാതെ എന്താ ചെയ്യാം? കാരണം കാലം മാറിയില്ലേ. എന്നാലും പറയൂലല്ലോ, കാലം മാറി, അതുകൊണ്ട് എല്ലാ കോലവും മാറണം എന്ന് പറയുന്നത് ഒരു ഫാലസി, എന്താ പറയുക, ലോജിക്കൽ ഫാലസിയാണത്. അങ്ങനെ ഒരു ലോജിക്കില്ല. എത്തിക്സ് എന്ന് പറയുന്ന ഒരു സയൻസിൽ അങ്ങനെ ഒരു ന്യായമില്ല. ധാർമ്മികത, നൈതികത ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ ഇങ്ങനെയൊരു ന്യായവാദം സാധ്യമല്ല.
അത് നിലനിൽക്കൂല. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതേസമയം ഇസ്ലാമില് മാറുന്ന കാര്യമുണ്ട്, മാറാത്ത കാര്യമുണ്ട്. ഇസ്ലാമിൽ എല്ലാം മാറാത്തതാണ് എന്നാരാ പറഞ്ഞത്? സവാബിത്തുകളുണ്ട്, മുത്തഗയ്യറാത്തുകളുണ്ട്. സമീർ കാളികാവ് ഒരുപക്ഷെ വേറെ സമയത്ത് കൂടുതൽ വിശദീകരിക്കും വേണമെങ്കിൽ. ഒരിക്കലും മാറാത്ത കാര്യമുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇജ്തിഹാദിയാണ്, അത് കാലനുസരിച്ച് മാറുന്നതാണ്, മാറാത്തതുണ്ട്. അതുകൊണ്ട് അത് ഇസ്ലാമിന് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൽ തന്നെ മാറാത്ത കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇസ്ലാമിലുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പൊ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ മാറൂല, മാറേണ്ട കാര്യമില്ല. ആരാധനാ കാര്യങ്ങൾ കാലം കുറെ ആയതുകൊണ്ട് നിസ്കാരം ഒക്കെ ഒരു 3 റക്അത്തായിക്കളെ ഏകനോട് പറഞ്ഞ മാതിരി എന്ന് വെക്കേണ്ടിയില്ലല്ലോ, അങ്ങനെ വെക്കേണ്ട ഒരു മേഖലയല്ല അത്. മാറാവുന്ന കാര്യങ്ങളുണ്ട്, അത് അതിന് ഇസ്ലാമിന് സിസ്റ്റം ഉണ്ട്. അടിമത്തം, ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല. അതിന്റെ കാരണം അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ ക്രമമാണ് എന്നല്ല, അത് നിരോധിക്കാത്തതുകൊണ്ട് വലിയ ഒരു ഗുണം ഇസ്ലാമിനുണ്ട്. നമുക്ക് ആരെങ്കിലും പിടിച്ച് അടിമയാക്കാന്നുള്ളതല്ല. അത് ഞാൻ പറയാം. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടാണ്? ഇസ്ലാമിൽ അടിമത്തത്തിന് എന്തുമായിട്ടാ ബന്ധം? യുദ്ധവുമായിട്ട് മാത്രമാണ്. സ്വതന്ത്രനെ അടിമയാക്കാൻ പറ്റില്ല. പാരമ്പര്യ അടിമയായി വന്നവർ അടിമയായിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ പുതിയ അടിമ എന്ന് പറയുന്നത് ഇസ്ലാമിൽ എങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ? സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കാൻ പാടില്ല എന്ന് കർശനമായി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഹറാമാണ്. പിന്നെ എങ്ങനെയാ അടിമ? യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടാൽ ഒരു അടിമയാവും. ഓക്കെ, അത് ഇസ്ലാമിന് നല്ല ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, അത് വളരെ ചീത്തയായ കാര്യമാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെങ്കിൽ മധൂദ് സാഹിബിന്റെ ജിഹാദിൽ അടിമത്ത പ്രശ്നം എന്ന ഒരു അധ്യായമുണ്ട്. അതിൽ മധൂദ് സാഹിബ് വളരെ ശക്തമായി പറയുന്നു, ഒരു മോശം കാര്യമാണ്. സഹാബത്തും ഒക്കെ അതിനൊരു ഒരു അത്ര നല്ലതല്ലാത്ത ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. പറ്റുമെങ്കിൽ അടിമയെ പിടിക്കാതിരിക്കുക എന്നതാണ് സഹാബത്തിന്റെയും ഖുലഫാ റാഷിദീങ്ങളുടെയും ഒക്കെ സമീപനം. പക്ഷെ പിടിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ശത്രുവിന് നമ്മളെ, അന്നത്തെ ഒരു യുദ്ധ രീതി കൂടിയാണ്. ഇപ്പൊ ശത്രുവിന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അടിമകളെ പിടിക്കാം. മുസ്ലിങ്ങൾക്ക് അത് ഹറാമായിരുന്നു എന്ന് കരുതുക എങ്കിൽ നിരന്തരമായി ഇസ്ലാമിക സമൂഹം ആക്രമിക്കപ്പെടും. കാരണം യുദ്ധത്തിന്റെ പ്രേരണകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേരണയാണ് ശത്രുഭാഗത്ത് നിന്നുള്ള അടിമകളെ പിടിക്കുക, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പിടിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് അറബിയിൽ എത്രയോ കവിതകളുണ്ട്. ചിലര് യുദ്ധത്തിന് പോകുന്നതന്നെ സമ്പത്ത് കിട്ടാനും അധികാരം കിട്ടാനും അല്ല, സ്ത്രീകളെ പിടിക്കാനാണ്. ഇസ്ലാമിൽ സ്ത്രീകളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. മറ്റു സമൂഹങ്ങൾക്ക് ആ നിയമമൊന്നും ബാധകല്ല, ആരാണോ പിടിച്ചു തോൽക്കേണ്ടതാണ്. അപ്പോ ഭയങ്കരമായ മോട്ടിവേഷൻ അല്ലേ അത്. ഇങ്ങോട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല, നമ്മൾ ആർക്കും അടിക്കാം എങ്കിൽ ആ സമൂഹം നിരന്തരം ആക്രമിക്കപ്പെടില്ലേ? ഒന്നത്. അപ്പോ രണ്ട്, ഇനി നമ്മൾ അടിമയെ പിടിക്കുന്നില്ല എന്ന് വെക്കുക എങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക? അവരെയും കൂടി യുദ്ധത്തിൽ കൊന്നു കളയണം. അത് മൊത്തം മനുഷ്യരാശിക്ക് നഷ്ടമാണ്. അപ്പൊ ഇസ്ലാം എന്താ ചെയ്തത്? അതിനൊരു ചിട്ടയും വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അടിമ മോചനത്തെ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചു. മറ്റടിമകളെയും അതേപോലെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെയും മോചിപ്പിക്കുക, ഫിദിയ വാങ്ങിയിട്ടോ, നമ്മളിൽ നിന്ന് പിടിച്ച അടിമയ്ക്ക് പകരമായിട്ടോ, ഇനി വെറുതെ മന്നൻ ഔഫിദാൻ, അങ്ങനെ എങ്ങനെയും വിടുക എന്നതിനെ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇനി വിടുന്നില്ല, പാരമ്പര്യ അടിമയാവട്ടെ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമയാവട്ടെ, അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ പറഞ്ഞു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ധരിപ്പിക്കണം, പറ്റുമെങ്കിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കണം. ഇങ്ങനെ അത് പഠിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് മൗദൂദി പറയുന്നുണ്ട്. ഇതെന്താ അടിമ? അടിമ എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ് എന്നല്ല. ഇങ്ങനെയുള്ള അടിമകൾ ഇസ്ലാമിക സമൂഹത്തിൽ വളർന്ന് വലിയ പണ്ഡിതന്മാരെ, എത്രയോ പണ്ഡിതന്മാർ. അബൂ ഹനീഫയെ കുറിച്ച് അദ്ദേഹം അടിമ സ്ത്രീയുടെ മകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇക്രിമ അടിമ സ്ത്രീയുടെ മകനാണ്. പിന്നെ ഈ സയ്യിദുമാരുടെ പിന്തുടർച്ച ചെന്ന് ചേരുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനുണ്ട്, അദ്ദേഹം ഒരു അടിമ സ്ത്രീയിൽ ജനിച്ചതാണ്. ഇങ്ങനെ മംലൂക്കുകൾ, അടിമ രാജവംശങ്ങൾ ഉണ്ടായി. പിന്നെ ഇമാം മാലിക്കിന്റെ ഉസ്താദ്, ഇങ്ങനെ അടിമകൾ വലിയ പണ്ഡിതന്മാരും ഭരണാധികാരികളും ഒക്കെയായിട്ട് ഇസ്ലാമിൽ വികസിച്ചു. ഇനി അടിമസ്ത്രീയായിട്ട് ഒരു പോരാളിക്ക് ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുത്ത് അയാളുടെ അധീനതയിലുള്ള ആളാണ് അടിമസ്ത്രീ. വെറുതെ ഒരാൾക്ക് അടിമസ്ത്രീ ഉണ്ടാവില്ല, അഥവാ അടിമസ്ത്രീ കിട്ടില്ല, അങ്ങനെ ഉള്ളത് ഹലാലാവുകയുമില്ല. ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അയാളുടെ അധീനതയിൽ വരുന്നത്. ഒരാളുടെ അധീനതയിലെ ഒരു സ്ത്രീ ഉണ്ടാവുകയുള്ളൂ. അവരെ ഈ ആൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നെ ഈ സ്ത്രീയുടെ മേലൊരു അവകാശവും അത്തരത്തിലുള്ള ലൈംഗികാവകാശങ്ങളൊന്നും ഇയാൾക്ക് ഉണ്ടാവില്ല. ആരാണോ കല്യാണം കഴിച്ചാൽ അയാൾക്ക് മാത്രമേ അവകാശം ഉണ്ടാവുള്ളൂ.
ഇനി അങ്ങനെയല്ല, അയാളുടെ കീഴിൽ തന്നെ നിർത്തുക, അങ്ങനെയും ചെയ്യാം. അത് അന്ന് ലോകത്ത് ധാരാളമായി നടപ്പുള്ള രീതിയാണ്. ഇനങ്ങൾ മോശമായ രീതിയിൽ ഇസ്ലാം ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. കീഴിൽ നിർത്താം. കീഴിൽ നിർത്തിയിട്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നായിരുന്നു നിയമം നോക്കുക. ആ നിയമം കൊണ്ട് എന്ത് കാര്യമാണ്? ഒരു പുരുഷന്റെ കീഴിൽ വേറെ ഒരു അധികാരമില്ലാത്ത ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരി, ചിലപ്പോൾ ഒരു സൗന്ദര്യമുള്ള പെണ്ണ് ഉണ്ടെങ്കിൽ ആ സ്ത്രീയുമായിട്ട് പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ളതിന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇസ്ലാം എന്താ ചെയ്തത്? ഇസ്ലാം പ്രകൃതി മതമാണ്. ആ സ്വാഭാവികതയെ അംഗീകരിച്ചു. അത് ചിലപ്പോൾ പുരുഷന്റെ കാരണത്താൽ മാത്രമല്ല, സ്ത്രീയുടെ കാരണത്താൽ ചിലപ്പോൾ ശാരീരിക ബന്ധം സംഭവിക്കും. അവിടെ ആ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതം അറിയുന്ന അല്ലാഹു അത് അനുവദിച്ചു. പക്ഷേ ആ അനുവാദത്തെ തന്നെ അടിമയുടെ മോചനത്തിന്റെ വഴിയാക്കി. ഒരു അത്ഭുത മെക്കാനിസമാണ്. ആ അടിമ സ്ത്രീ പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ചാൽ പിന്നെ അവളെ കൈമാറാൻ പറ്റില്ല. പിന്നെ അവൾ വെറും അടിമയല്ല, ഉമ്മുൽ വലത. അവള് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഈ ഉടമയുടെ സ്വതന്ത്ര സ്ത്രീയിൽ ജനിച്ച കുട്ടിയെപ്പോലെ തന്നെ സ്വതന്ത്രനായ കുട്ടിയാണ്. ആ ഉടമ മരിച്ചു കഴിഞ്ഞാൽ ഇവൾ സ്വാഭാവികമായി, ഈ പെണ്ണ് സ്വാഭാവികമായി സ്വതന്ത്രയുമാണ്. ചരിത്രത്തിൽ ഒരു അത്ഭുത മെക്കാനിസം ഉണ്ട്. അടിമ ഉടമയിൽ അല്ലെങ്കിൽ അടിമ സ്വതന്ത്രനെ പ്രസവിക്കുകയാണ്. ചരിത്രത്തിലെ മുഴുവൻ വംശീയ വ്യവസ്ഥകളും നിലനിന്നത് എങ്ങനെയാണ്? അടിമയെ പ്രസവിക്കുള്ളൂ, അവർണനയെ പ്രസവിക്കുള്ളൂ. ഇവിടെ അടിമ സ്വതന്ത്രനെ പ്രസവിക്കുകയാണ്, അടിമ ഉടമയെ പ്രസവിക്കുകയാണ്. ആ പെണ്ണ് സ്വതന്ത്രയുമാവുകയാണ്. അതോ അവളുടെ ലൈംഗികതയെ അവളുടെ മോചനത്തിന്റെ തന്നെ വഴിയാക്കി മാറ്റുന്നു. രക്തങ്ങളെ കൂട്ടിക്കലർത്തുന്നു. വംശീയത എപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാ? രക്തം കൂടിക്കലരാൻ സമ്മതിക്കില്ല. അവർണന്റെ രക്തവും സവർണന്റെ രക്തവും ഒരു കാരണവശാലും കൂടിക്കലരാൻ സമ്മതിക്കില്ല. അഥവാ അങ്ങനെ കൂടിക്കലർന്നിട്ട് അവർണന് കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞ് സവർണനാവില്ല. ആ കുഞ്ഞെന്നും അവർണം തന്നെയായിരിക്കും. പഴയ ഇവിടുത്തെ നായർ സമ്പത്ത് വ്യവസ്ഥയിൽ സംഭവിച്ചതാ. നമ്പൂതിരി നായർ ഗ്രഹങ്ങളിൽ സമ്പത്തം നടത്തിയിട്ട് അതിലുണ്ടായ കുട്ടികൾ നമ്പൂരിയായോ? ഇല്ല, അത് നായർ തന്നെയാണ്. ഇവിടെ രക്തത്തെ കൂട്ടിക്കലർത്തി ഇസ്ലാമിന്റെ അടിസ്ഥാന സമീപനമായ മനുഷ്യരൊന്നാണ്, അങ്ങനെ തക്കും വ്യത്യാസമൊന്നുമില്ല എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മെക്കാനിസമാക്കി ഈ അടിമ സ്ത്രീയുടെ ലൈംഗികതയെ ഇസ്ലാം പരിവർത്തിപ്പിച്ചു. വിപ്ലവകരമായ ഒരു സംഭവമാണ്.